ഹായ് ഗൈസ്, നമ്മളിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയി, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ അവിടെ വണ്ടി കിടക്കുന്നതിട്ട് പോകാം കേട്ടോ. ഈ ആഴ്ച 2 വട്ടം പോകണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ വണ്ടി പണി പെട്ടെന്ന് തീർക്കണം. കാര്യം നമുക്ക് ഓട്ടോ എടുക്കണം അടുത്ത തൊട്ട്. അപ്പം സമയം രാവിലെ 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാം. ഇപ്പം വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിലാണ് കൊണ്ടുവച്ചു. അപ്പം നേരെ ഇനി പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ വരുന്ന എനിക്ക് നമ്മുടെ ഒരു ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ കയറുന്നത് വെള്ളിയത്ത് കണ്ടോ, അങ്ങനത്തെ എൻ്റെ പേര്. എൻ്റെ വണ്ടിയുടെ ചെയിൻ്റെ ഭാഗത്ത് ഭയങ്കര നോയ്സ് കേസ്. ചെയിൻ എന്തോ പ്രശ്നമാണ്. എന്നുവെച്ചാൽ ലൂബില്ലാന്ന് തോന്നുന്നു. ചെയിൻ ടൈറ്റാണ്, പക്ഷേ ചെയിൻ്റെ അത് ലൂബില്ലാതെ ഓടിയിടിച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ കയറി ഒന്ന് കാണിച്ചിട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ജോഷിലേക്ക് കേട്ടോ. ഇതിപ്പോൾ ഇഷ്ടം പോലെ വണ്ടി ചെയ്തേ, മൊത്തം വണ്ടി അവിടെ നോക്കാണ്ട്. ഇവിടെ പുതിയൊരു വണ്ടി കിടക്കുന്നുണ്ട്, 19 സീറ്റ് PK and AC കയറ്റി ഉണ്ട്. ഇവിടെ എല്ലാം പുതിയ മോഡൽ വണ്ടി ഇഷ്ടം പോലെ. ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് പോട്ടെ. സോനുമോൻ ബാക്കിലുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി നോക്കി ഇതിനകത്തോടെ കിടന്നു. നമ്മുടെ വണ്ടി ഇവിടുന്ന് മാറ്റി. അതായത് നമ്മുടെ വണ്ടി കിടന്ന് ഇവിടെ ആയിരുന്നു. ഇവിടെ അല്ലടാ വണ്ടി കിടന്ന്, പക്ഷെ ഇവിടെ വണ്ടിയില്ല ഗൈസ്. നമ്മുടെ എന്തോടാ ഇവിടെ വണ്ടി ഇപ്പം ഇല്ല. വണ്ടി ഇവിടെ മാറ്റി. എനിക്കൊന്ന് പെയിൻറ്റിങ്ങിന് കിട്ടുന്നു. താഴത്ത് നോക്കാം. കണ്ടുപിടിച്ചോട്ടോ, ഇതാ കിടക്കണം നമ്മുടെ വണ്ടി. ബമ്പറും ഗ്രില്ലും എല്ലാം അഴിച്ചു മാറ്റി. ബമ്പറൊക്കെ പെയിൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു. ഞാൻ വോക്കൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഇതാ കണ്ടോ. ഇവിടെയാണ് ഞാൻ വോക്കൽ ബോക്സ് വെക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് റേഡിയേറ്ററിൻ്റെ പൈപ്പാന്ന് തോന്നുന്നു കേട്ടോ. അത് പോയേക്കെന്ന് പറഞ്ഞാൽ സ്പേസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ HF വെക്കാം, ഇവിടെ താഴെ HF കൊടുക്കാം. നിങ്ങൾ വിഗ് വെച്ചേക്കുന്നു, പൊക്കി വെക്കണം. കൊണ്ടൊക്കെ വിഗ് ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മളന്നൊട്ടിച്ച് യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കി. പിന്നെ ഇന്നത്തെ കാണുന്ന ഇതെന്താ ഈ വലിച്ചേക്കുന്ന വയറ്? AC എന്തോ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ AC കംപ്രസർ കൊടുത്തേക്കുന്നത് എവിടെ? അത് കംപ്രസർ അല്ല, അതിൻ്റെ ലൈൻ കൊടുത്തേക്കുന്നത്. മൊത്തം പൊടി അത് കഴുകി കുട്ടമ്പളാണ്. ഈ വണ്ടി ഇവിടെ മേളിലെല്ലാം കവർ ഇട്ടേക്കുന്നു. നോക്കിയേ ഉണ്ടോ. എന്തോ പരിപാടിക്ക് അവിടെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായില്ല. പെയിൻറ്റിങ് വല്ലതും ആയിരുന്നു എന്തോ. പെയിൻറ്റിങ് അല്ല, ഇവിടെ സ്ക്രാച്ചൊക്കെ ഉണ്ടോ, ഒന്നും മാറ്റിയിട്ടില്ല. പെയിൻറ്റിങ് അല്ല. അപ്പോൾ എന്താണ് പരിപാടി? അകത്തെന്തെങ്കിലും ചെയ്തോടാ. ഇതുവരെ അകത്ത് പണിയൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അകത്തൊന്നും പണി കഴിഞ്ഞില്ല. സംസാരിക്കട്ടെ നമുക്ക്. ബമ്പർ ബാക്കി സൈഡിലത്തേക്ക് എല്ലാം ചെയ്ത് വെച്ചേക്കാന്നാണ് പറഞ്ഞത്. വണ്ടി ഇങ്ങനെ നടത്താൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി ഇറങ്ങണം, ഇറങ്ങിയാലേ കാര്യമുള്ളൂ. എന്തേ വണ്ടി ഇറക്കി മേളിലെ കിടക്കും. ഒരുത്തരം കണ്ടോ വരച്ച് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ബമ്പർ ഇളക്കി ഇവിടെ എവിടെയോ പണിയാൻ കൊടുത്തില്ല. തപ്പി എടുക്കട്ടെ എവിടെ ഇരിക്കുന്നത് ബമ്പർ. കവറിട്ടേക്കുന്നത് ഇവിടുത്തെ ഇത് കണ്ടോ, പെയിൻറ്റിങ് ബൂത്തൊക്കെ പുട്ടുകാർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി കവറിട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ തന്നെ ബമ്പർ ഫൈബർ ചെയ്യാൻ വേണ്ടി താപ്പോട്ടുണ്ട്. ഒരു 24-ലാണ് ഇരിക്കുന്നത് മേളത്തെ തൊപ്പി. നമ്മുടെ തന്നെ ഫൈബർ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ സ്പേസും ഉണ്ട് കേട്ടോ വോക്കൽ വെക്കണമെങ്കിൽ. പക്ഷേ ഈ പൈപ്പൊക്കെ പ്രശ്നമായിരിക്കും. അതൊക്കെ തുരുമ്പായതുകൊണ്ട് കിടക്കുന്നതിൻ്റെ ഉണ്ടോ കൂടാതെ. ഇതൊക്കെ എന്ത് ഇങ്ങനെ നാടുന്നേ? ദഹിച്ചിട്ടേക്കുന്നതിൻ്റെ വല്ലതും ആണോ ഇനി? എടാ ഇതൊക്കെ എന്ത്, ഇത് പിടുത്തമൊന്നും ഇല്ലടാ ഇവിടെ ഒന്നും. ഇത്രയുള്ള പിടുത്തം ഇതിങ്ങനെ നാടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പിടുത്തം പറഞ്ഞാണല്ലോ. പക്ഷെ ഇവിടുന്ന് പിടുത്തമില്ല കേട്ടോ. ഇതിനിങ്ങനെയുള്ളൂ പിടുത്തം. ചെലന്തേലടാ മൊത്തം ചെറുക്കൻ. ഞാനേ ഇതൊക്കെ അഴിച്ച് പറിച്ച് കളഞ്ഞ് വേറെ കേട്ടണം. ഞാൻ വണ്ടിയുടെ അച്ഛനെ നോക്കിക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ വണ്ടി. ഇവിടെ ഫൈബർ ചെയ്യുന്നതാണ് കേട്ടോ. കഴിഞ്ഞാണ്ട് കാണിച്ചില്ല നിങ്ങളെ. ഓക്കെ, ഇവിടെ ഒരു വണ്ടിയുടെ കണ്ടോ സൈഡിൽ കേട്ട് ചെയ്തേക്കുന്നത്. ഇതേപോലെ വരും നമ്മുടെ വണ്ടിക്ക് കണ്ടോ. ഇങ്ങനെ വരും. ഇതൊക്കെ സ്ക്രൂ അടിച്ചിട്ടേക്കുണ്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ മേളിൽ മാർക്കറ്റിംഗ് മാനേജറോട് സംസാരിക്കുമായിരുന്നു ഇത്ര നേരമായിട്ട്. വണ്ടി ഇറങ്ങാത്തതിൻ്റെ കാര്യം സംസാരിക്കുമായിരുന്നു. വണ്ടി 20 രൂപയ്ക്ക് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞേക്കുന്നത് ഗൈസ്. ഇതുണ്ടോ വേറെ വണ്ടി ഇറങ്ങണുണ്ടോ, സൈഡ് ഫുൾ സ്റ്റിക്കർ ചെയ്തേക്കണേ ഉണ്ടോ. നമ്മുടെ ഈ ഗ്ലാഡിങ്ങിൻ്റെ ഈ വീലർച്ചില്ലേ, നമ്മൾ ഈ വീലർച്ച് ഈ ടൈപ്പ് അല്ല കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളതിനകത്ത് വേറൊരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇഷ്ടം പോലെ പുതിയ മോഡൽ വണ്ടി ഇറങ്ങുന്നുണ്ട്, ഇഷ്ടം പോലെ. വേഗണ്ട നമ്മുടെ ബമ്പറെല്ലാം അയച്ചവിടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിക്കത്തില്ല, ഒന്നും വിചാരിക്കില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ.
ഇതിലേ അങ്ങോട്ട് പോകുമ്പോഴാണ് ക്യാൻറ്റീൻ. ഇതിനകത്ത് ഇവിടെ വരുന്നവർക്ക് ഇനി ക്യാൻറ്റീൻ തപ്പി നടക്കണ്ട, കാണിച്ചു തരാം. ഇതിലേ അങ്ങോട്ട് കയറി താപ്പോട്ട് എന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ് ക്യാൻറ്റീൻ. താഴെ കൂടെ പോകും, ഇതിലേ കൂടെ പോകും. നമ്മുടെ ടോപ്പ് സീലിംഗ് വർക്കൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് നോക്കിയിട്ട് വരട്ടെ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ക്യാൻറ്റീൻ വന്നു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിപ്പോൾ വരും. സോനുമോൻ ഇവിടെ ഇരിക്കും, നേരത്തെ വന്നു. സോനു വിഗ് ഇവനെ കാണുന്നവരല്ല വിഗ് എന്ന് വിളിക്കണം കേട്ടോ, വിഗ്. നമ്മുടെ ചോറ് വന്നു കേട്ടോ. കറക്റ്റ് സമയം കറണ്ട് പോയി. കഴിച്ചു തുടങ്ങി, വീഡിയോ എടുക്കാൻ മറന്നു. കറണ്ട് പോയി കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു, സെറ്റായി. ഞാൻ ഒന്ന് കാണിച്ചില്ല, ഇതാട്ടോ ഇവിടുത്തെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ജോഷിൻ്റെ. കണ്ടോ, ഈ വണ്ടിയൊക്കെയാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നത്. ഇവിടെ തന്നെ പോയി എടുത്തുകൊണ്ട് വരും കേട്ടോ ആൾക്കാർ. ഇവിടുത്തെ സർവീസിലുള്ളവരെ വണ്ടി എടുത്തുകൊണ്ട് വരും. നമ്മുടെ വണ്ടി വിദൂരം ഒരു കിടപ്പുണ്ട്, കാണിക്കാം. ഇവിടെ കാണിച്ചാൽ തന്നെ കാരണം പണി നടന്നില്ല. ഇത് ഇവിടെ എല്ലാം വണ്ടി വരുന്ന പണി കണ്ട, ആ കിടക്കുന്ന വണ്ടി ഉണ്ടോ, ഇതുണ്ട് ആ വണ്ടി. ആ വണ്ടിക്ക് ഫ്രണ്ട് ബമ്പർ പണി കേട്ടോ. പക്ഷേ അത് മെറ്റൽ വെച്ച് സംഭവം ചെയ്യുന്നു, മെറ്റലാണ് വെച്ച് വെൽഡ് ചെയ്ത് കണ്ടേക്കുന്നത്. അതിനെ കാണിക്കത്തില്ല, അവരവർക്ക് താല്പര്യമില്ല കാണിക്കണ്ട. സോറി, നമ്മുടെ താല്പര്യത്തെ കാണിക്കണ്ട. ഇതേ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ബമ്പർ. പക്ഷേ കുട്ടിവർക്ക് കിടക്കുക. പിന്നെ കാണിക്കാം. നമ്മുടെ ഗ്രില്ല് പുതിയ മോഡൽ ഗ്രില്ല് ഇറങ്ങിയിട്ടുണ്ട്, പറ്റാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുക വന്നു. ഞാനിപ്പോഴും ഓർത്ത് കേട്ടോ, നമ്മൾ ഈ ഫോട്ടോ ഇവിടെ അല്ല ഒട്ടിച്ചിരുന്നത് കേട്ടോ. ഈ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചിരുന്നത്. ഇത് മറ്റേ AC ഫ്യൂസാണെന്ന് തോന്നുന്നു സംഭവം. അത് വെച്ചതുകൊണ്ട് അവിടെ ഇളക്കി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ എവിടെ അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാഡിങ്ങൊക്കെ വേറെ രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ ചെയ്യും, വേണ്ട പോലെ ചെയ്യും. ഈ കാഴ്ച നമ്മുടെ 20-ാം തീയതിക്ക് മുമ്പ് വണ്ടി ഇറങ്ങുമെന്ന് അവർ പറഞ്ഞേക്കാം. ഇത്ര ക്ലാസ്സൊക്കെ ഇങ്ങിയിരിക്കുന്നത്, ഇത്ര ക്ലാസ് ഇങ്ങിയിരിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. പെർഫെക്റ്റ്, ഓക്കെ. നമ്മുടെ ബിഗ് ബോയ് എന്നുള്ള പേര് മാറും, വേറെ പേര് വരും. വർക്ക്ഷീറ്റ് കിടക്കുന്നുണ്ട് അതിനകത്ത്, അതെല്ലാം ഉണ്ട്. എന്നാലും പറഞ്ഞതന്നെ ഉള്ളു. പക്ഷേ ഇത്ര സ്പേസ് ഈ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. എനിക്ക് എന്താണ് വിഷയം, ഇത്ര സ്പേസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് വോക്കൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഒരു പീസ് വെച്ചിട്ടേ ഈ 2 HF വെച്ചാൽ പോലെ ഇവിടെ, അതായത് ഇവിടെ ഇങ്ങനെ 12 ഇഞ്ച് തന്നെ വേണമെന്നില്ലല്ലോ. പക്ഷേ ഇതിലെ കൂടെ കാറ്റ് കയറത്തില്ലേ? അല്ല വേണ്ട, HF ഇരിക്കുന്നതായിരിക്കും നല്ല, അല്ലേടാ. ചിലപ്പം റൈഡറിനകത്ത് കാറ്റ് കയറിയെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ വള്ളി എടുക്കുന്നത് എല്ലാം പൊടി കേട്ടോ. എല്ലാം ഇനി കുട്ടപ്പനാക്കി എടുക്കും, കഴി വൃത്തിയാക്കി വരത്തല്ലോ ഉണ്ട്. അജ്മേളിൽ പോയി ഞങ്ങളുടെ സീലിംഗ് വർക്ക് കൂടെ നോക്കിയിട്ടേ വരാം. ഓടിടാൻ കഴിച്ച് ഭയങ്കര ചൂട്. ഇതെല്ലാവരും കുറേ പേരുടെ കമൻ്റ് ഉണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ മുടിയെ പിടിക്കുന്നത്. മുടിയെ പിടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നെറ്റി ചെറിയ നെറ്റിയാട്ടോ. കണ്ട, നെറ്റി ചെറുതായിട്ട് മുടി ഇങ്ങനെ കണ്ടുകൊടുക്കുക, അതൊന്ന് ഒഴുക്കി വെക്കുന്നത് എപ്പോഴും. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇത് മാനിച്ചിരിക്കുന്നു. അപ്പം അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് പിടിക്കുന്നതൊക്കെ. അപ്പം കണ്ടോ അപ്പം നേരെ ഇനി വീട്ടിൽ പോയിട്ടാണ് കഴിച്ച്. അങ്ങനെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു, സംസാരിച്ചെല്ലാം കഴിഞ്ഞു. സോറി കഴിച്ച്. അങ്ങനെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. കൂടെ സോനുമോനുണ്ട്. നമ്മുടെ വണ്ടി 20-ാം തീയതി വരാമെന്ന് പറയും, 20-ാം തീയതിക്ക് മുമ്പേ. അതാണ് നമ്മുടെ പ്രതീക്ഷ. 20-ാം തീയതിക്ക് മുമ്പ് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇവിടെ വന്ന് നടക്കുന്ന വണ്ടിയുണ്ടോ കഴിച്ച് പാർക്കിങ്ങിൽ നോക്കി വേണ്ട. ഇവിടെ എല്ലാം കിടക്കുന്ന വണ്ടിയുണ്ട്, ഇതെല്ലാം ഇനി കയറാനുള്ള. ഓരോരോ വണ്ടി ഇറങ്ങുന്ന എത്തിച്ച് ഓരോരോ വണ്ടി കയറിക്കൊണ്ടിരിക്കും. അത് നമ്മളിങ്ങനെ അങ്ങോട്ട് വന്ന് ബൈക്ക് ഇവിടെ ഇരിക്കുമല്ലേ ഗൈസ്, നമ്മുടെ വണ്ടി ഇത് അവിടെ ഇരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും വന്നല്ലേ ഗൈസ്. അപ്പം ബാക്കി ഇവിടേക്ക് ഇനി അടുത്ത ശനിയാഴ്ച വരുന്നുണ്ടോ നമ്മുടെ. അപ്പം ഇടയ്ക്ക് ഇനി വന്നിട്ട് കാര്യം ഇപ്പം ഉടനെ വണ്ടി ഇറങ്ങാറായല്ലോ. അപ്പോൾ നമുക്ക് കൂടെ വരണം. ബമ്പറിൻ്റെ പണി ഇപ്പം 2 ദിവസം തീർന്നു. ബമ്പറിൻ്റെ പണി ഫുള്ള് തീർന്നു, ഇനി പെയിൻറ്റിങ്ങേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് തീർന്നാൽ കയറ്റിയിടുക, ബാക്കി മോഡലെല്ലാം അടിച്ച് സാധനം എല്ലാം കൂട്ടിയേക്കോ, ഗ്ലാഡിങ് വെക്കുക, പടപടപടന്ന് പണി തീർത്ത് തരും. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ലെങ്തായിട്ടൊന്നും കാണത്തില്ലായിരിക്കും. ലെങ്തായിട്ട് കാണിക്കാത്ത വെച്ചാൽ അത്ര വർക്കിൽ നടന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ വർക്ക് നടക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ പിന്നെ പ്രത്യേകം കാണിക്കാത്തത് വേറൊന്നും. അപ്പം ചോറ് വെച്ച് നടക്കുമ്പോൾ ക്ഷീണിക്കുന്ന ഗൈസ്. ഓക്കെ ഗൈസ്, ബാക്കി വീഡിയോക്ക് നാളെ വരാം. ഓക്കെ.